എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബറക്കത്ത് കിട്ടുന്ന ഒരുപാട് വഴികളുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളുണ്ട്. ബറക്കത്ത് കിട്ടാനുള്ള അതാ നബിതങ്ങൾ പറഞ്ഞത്, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെയെങ്കിലും വീട്ടിലെ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. എത്ര കാര്യമുണ്ടെങ്കിൽ 4 കാര്യം ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. 4 പേര് വീട്ടിൽ ആടിന്. അശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക്ക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന. ആടെന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ജീവിയാ. ആടെന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ജീവിയാ. പ്രവാചകന്മാര് മുഴുവനും ആടുമേച്ചവരാ. ആടിനെ വളർത്തുന്ന വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴിയെ വളർത്തുന്നുണ്ടോ വീട്ടില്? ഉണ്ടോ? കോഴിക്കടയിലല്ല, വീട്ടില് വളർത്തുന്നുണ്ടോ? ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവരുടെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ അറിയോ? ഇവിടെ എന്താ പറയൂ? ഒരളും ഒന്ന് വേണ്ട, ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയ വയ്യ. ഇങ്ങനെ നമ്മുടെ ഉമ്മ പണ്ട് പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കരുതില്ലേ? ഗെയിൻഡർ ഇന്നത്തെ ഇപ്പൊ മിക്സിയുടെ പണി ചെയ്യുന്ന സാധനം ഉണ്ടോ? ആരുടെങ്കിലും വീട്ടിലുണ്ടോ? എന്ന് കൈപൊക്കിക്കേ. ഇങ്ങനെ ഉണ്ടോ? പറമ്പിലെങ്കിലും ഉണ്ടോ ഉമ്മ? എവിടെ ഇല്ലേ? സുബ്ഹാനല്ലാഹ്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ? അത് പിന്നെ എല്ലാ വീട്ടിലും ഉണ്ട്. ഇപ്പൊ ചട്ടിക്കറിക്കൊക്കെ വലിയ വിലയാ അല്ലേ? ഈ 4 കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന. അപ്പൊ നാളെ രാവിലെ ഇവിടെ ഏതാ അടുത്ത മാർക്കറ്റ് ഉള്ളത്? പൂഴനാട് മാർക്കറ്റിൽ പോയിട്ട് ഒരു ആട്ടുംകുട്ടിയെ വാങ്ങണം, ഒരു 3 കോഴിക്കുഞ്ഞിനെ വാങ്ങണം, ഒരു ആട്ടുകല്ല് വാങ്ങണം, ഒരു 3-4 ചട്ടി വാങ്ങണം. ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പെണ്ണുമ്പിള്ള എടുത്ത് കൊടുത്തിട്ട് പറ, വന്ന വഴി മറന്നു പോകാതെ പഴയതുപോലെ ജീവിക്കാൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവൻ അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ. അള്ളാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. 3ാമത്തെ ശിക്ഷ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ, എല്ലാം പോയി ഉസ്താദേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് കച്ചവടക്കാരനോടും ചോദിക്കുന്നു, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കൊറോണ വന്നതോടുകൂടി എല്ലാം പോയി ഉസ്താദേ. ഞാൻ ചോദിക്കുന്നത്, നിന്നെ മാത്രമേ കൊറോണ പിടിച്ചുള്ളോ? വേറെ ആരെയും പിടിച്ചില്ലേ? നിന്റെ അടുത്ത കച്ചവടക്കാരൻ, ഈ നാട്ടിലെ എത്രയോ കച്ചവടക്കാർ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ലതുപോലെ കച്ചവടം ചെയ്യുന്നു. ചിലർക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. എന്തേ നിന്നെ മാത്രം പിടിച്ചത്? സമാധാനമുണ്ടോ കാക്ക? സമാധാനമുണ്ടോ? നിനക്ക് തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, എല്ലാം ഉണ്ട്. സമാധാനം ഉണ്ടോ നിനക്ക്? ഇല്ല ഉസ്താദേ.
എന്തേ കാരണം? നീ തന്നെ ചോദിക്കുന്നല്ലോ, ഉസ്താദെ എല്ലാം നല്ല നിലയിലായിരുന്നു, ഇപ്പൊ എന്തു പറ്റി ഉസ്താദെ? ഏത് കാക്കാനോട് ചോദിച്ചാലും ആരും ഉണ്ടെന്ന് പറയുന്നില്ല, എല്ലാം ഇല്ല എന്നാ പറയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അള്ളാഹു പറയുകയാ, നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കും. നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കി കളയും. നിന്നെ അള്ളാഹു ഞെരുക്കുവടോ. കാരണം നീ ഖുർആനിനെ പരിഗണിക്കാത്തവനാ. എന്റെ കലാം, എന്റെ പരിശുദ്ധമായ കലാമിനെ, എന്റെ വിശുദ്ധമായ ഖുർആനിനെ നീയൊക്കെ പരിഗണിക്കാതെ വന്നപ്പോ നിന്നെയൊക്കെ അള്ളാഹു പിടിച്ചു. അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കും. അള്ളാഹു നിങ്ങളുടെ ജീവിതം ഞെരുക്കമാക്കും, ഇടുക്കമാക്കും, പ്രയാസമാക്കും. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി അള്ളാഹു നിന്റെ സർവ്വതും തകർക്കും. നീ തന്നെ പറയും മരിച്ചാ മതിയല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, സർവ്വതുമുണ്ട്, എന്നിട്ട് നീ പറയുകയാ മരിച്ചാ മതിയല്ല. ഇതല്ല നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാടാ. കാരണം നിനക്ക് ഖുർആൻ പരിഗണിക്കാൻ വയ്യ, നിസ്സാരമായി പോയി. അള്ളാന്റെ ഖുർആൻ ഈ പെണ്ണുങ്ങളോടൊക്കെ പറയുമ്പോ വലിയ സ്വർണവും കാറും വീടും എല്ലാം ഉണ്ടും അള്ളാനെ മറന്നു നടന്നു. ഇപ്പൊ ഒന്നുമില്ല, യത്തീംഖാനയിലായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. നാളെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാടു. ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടയുകയാടു. കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അവിടുന്ന് തപ്പിത്തടയുകയാ. നീ തന്നെ ചോദിക്കുന്നു, ഖാല റബ്ബി ലിമ ഹസറതനി അമാ വഖദ് കുൻതു ബസീറാ. ദുനിയാവിൽ ജീവിക്കുമ്പോ എന്റെ കണ്ണിന് കുഴപ്പമില്ലായിരുന്നു, എന്റെ ചെവിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്, ഇന്നെന്തു പറ്റി പടച്ചവന്? അല്ലാഹു പറയുകയാ, കാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് നിന്നോടൊക്കെ ചോദിച്ചപ്പോ പള്ളിക്ക് കൊടുക്ക്, പാവങ്ങൾക്ക് കൊടുക്ക്, യതീമീങ്ങൾക്ക് കൊടുക്ക്, രോഗികൾക്ക് കൊടുക്ക്. എത്രയോ പേര് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞല്ലോ, ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ഒരു 10 രൂപ ഇട്ട് കൊടുക്കാൻ മടിച്ച വാപ്പാ അന്ന് പൊട്ടം കളിച്ചവനല്ലേ, കാണാതിരുന്നവനല്ലേ. യതീമായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്റെയൊക്കെ വീടിന്റെ വരാന്തയിൽ പാവപ്പെട്ട ഉമ്മമാര് വന്ന് കൈനീട്ടിയില്ലോ, കൊടുത്തില്ലല്ലോ, പരിഗണിച്ചില്ലല്ലോ. നീയൊക്കെ നിസാരമാക്കിയില്ലേ, കണ്ണ് കാണാത്തവരെ പോലെ നടന്നില്ലേ, ചെവി കേൾക്കാത്തവരെ പോലെ നടന്നില്ലേ? അല്ലാഹു പറയുകയാ, അതുകൊണ്ട് നീ എന്നെ മറന്നപ്പോ ഞാനും നിന്നെ കൈവിട്ടിരിക്കുകയാ. നാളെ പരലോകത്ത് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ അല്ലാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുക, നിങ്ങളിൽ പലരും ഖബറിനകത്ത് എഴുന്നേറ്റ് വരുമ്പോ കണ്ണു കാണൂല, ചെവി കേൾക്കൂല. നീ അള്ളാഹിനോട് ചോദിക്കുന്നു, പടച്ചവനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ദുനിയാവിൽ ജീവിക്കുമ്പോ കണ്ണ് കാണും, ചെവി കേൾക്കും, എന്ത് പറ്റിയല്ല? നീ പൊട്ടം കളിച്ചവനല്ലേ? ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് പിരിവ് ഇതാ ഇപ്പൊ വരും. അൽഹംദുലില്ലാ, ബക്കറ്റ് നിന്റെ മുമ്പിൽ വരും. പൊട്ടം കളി തുടങ്ങും. ഇപ്പൊ പൊട്ടം കളി തുടങ്ങും. നബി തങ്ങൾ പറഞ്ഞു, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇപ്പൊ ബക്കറ്റ് വരുമ്പോ പൊട്ടം കളി തുടങ്ങും. ഉദാഹരണം ചോദിക്കട്ടെ, ഇന്ന് വഴുത് കഴിഞ്ഞ് നീ വീട്ടിൽ പോയി, ബൈക്കിലാ പോകുന്നത്, അള്ളാഹു കാക്കുമാറാകട്ടെ, ആമീൻ പറ.
ചിലപ്പോൾ പട്ടിയുടെ കോലത്തിലായിരിക്കും വരുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിൽ ചെന്നു താമസിച്ചെന്ന് പറഞ്ഞു, ചാടി ബാത്റൂമിനകത്ത് കയറി. ദാ കിടക്കുന്നൊരു നിലവിളി കേട്ടു, ചക്ക വെട്ടിയിട്ടതുപോലെ. മക്കൾ ഓടിച്ചെന്നപ്പോ കിടക്കുന്നുണ്ട് ഇങ്ങനെ അനങ്ങ് കണ്ണും തള്ളി. മക്കൾ പൊക്കിയെടുത്തു, നേരെ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി. ഡോക്ടർ നല്ല മനുഷ്യനാ. കൊണ്ടുപോയ ഉടനെ ഐസി തുറന്നിട്ടിട്ട് പറഞ്ഞു, AC-ക്കകത്ത് കയറ്റി കടത്തിക്കൊള്ളാൻ. നേരെ അകത്തുകൊണ്ടുപോയി വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നീ വായും തുറന്നിരുന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്നാ പിന്നെ പോയിട്ട് വരീൻ, സർജറി ചെയ്യണം, ഇത്തിരി സീരിയസാ, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ പോയിട്ട് റെഡി ആയിക്കൊള്ളാൻ, ഫുലൂസ് റെഡി ആയിക്കൊള്ളാൻ. നാളെ രാവിലെ പടച്ചവനെ നിന്റെ മോൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഉസ്താദിന്റെ റൂമിന്റെ മുമ്പിൽ. ഉസ്താദ് ചോദിക്കും, എന്തുവാടാ ഇവിടെ വന്ന് നിൽക്കുന്ന രാവിലെ? മോനെ എന്തു പറ്റിയിടാ? ഉസ്താദെ, ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ, ഇന്നലെ വാപ്പ രാത്രി ബാത്റൂമിനകത്ത് വീണു, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ ICUവില, സർജറി ചെയ്യണമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം, ഉമ്മച്ചി തന്നു വിട്ടതാ. 1000 രൂപ എടുത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാ, ഉമ്മച്ചി തന്നു വിട്ടതാ, ദുആ ചെയ്യണം. അപ്പൊ നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. ഇങ്ങനെ പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന് നിനക്കറിയാം. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങള് ഡോക്ടർ ക്യാൻസറിന്റെ ടെസ്റ്റ് പറഞ്ഞു, അയച്ചിട്ടുണ്ട്. അല്ലാഹ് ഓടി വരുന്നു, പടച്ചവനെ ദുആ ചെയ്യ് ഉസ്താദേ, മോതിരം വേണോ, പൈസ വേണോ, എന്തു വേണമെങ്കിലും തരാം. അപ്പൊ നിനക്കൊക്കെ അറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്, അറിയാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിച്ചില്ലെങ്കിൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ചോദിക്കുന്നു, ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു അമൂല്യ നിധിയാണ് സമാധാനം. സമാധാനം ഇന്നില്ല. പൈസ കൊടുത്താൽ കിട്ടുമോ സമാധാനം? ഇല്ല. ഇവിടെ സമാധാനം എന്ന് പറയുന്നതില്ല. കാരണം ഇന്ന് പലർക്കും എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത് എന്ന് തെരഞ്ഞു നടക്കുകയാ. സമാധാനം കിട്ടാനുള്ള ചില വഴികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, വീട് വീട് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. എന്തിനാ നിങ്ങൾ വീട് പണിയുന്നേ? നിങ്ങൾ ഓരോരുത്തരും വീട് പണിതിട്ടുണ്ടല്ലോ, എന്തിനാ വീട് പണിതേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയ്ക്ക് പോയാലും മക്കത്ത് പോയാലും മദീനത്ത് പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നീ എന്തു പറയും? വീട്ടിൽ ചെന്നാ മതിയായിരുന്നു പടച്ചവനെ, വീട്ടിൽ ചെന്നായിരുന്നു മതി പടച്ചവനെ. എന്തേ? വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. അപ്പൊ വീടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സമാധാനം കൊടുക്കുന്ന ഒരിടമ വീട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? സമാധാനം കിട്ടുന്ന ഒരു കാര്യം, വീട് മനുഷ്യന് സമാധാനം കൊടുക്കും. 2, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കഴിച്ച? കല്യാണം കഴിച്ച? പറയടോ, കല്യാണം കഴിച്ച സമാധാനം കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കിട്ടിയോ? എന്നാണോ കല്യാണം കഴിച്ചത് അന്നത്തോടു കൂടി സമാധാനം പോയെന്നാ പലരും പറയുന്നത്. അല്ലാഹു ആലം. ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദെ, ഇല്ലേ? പെണ്ണുങ്ങൾ പറയുന്നത് ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദെ അതൊന്നും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാ, പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് തുടങ്ങി. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ അറിയാം, ഓള് ചോദിക്കുക എന്താ പൊക്കാഞ്ഞത്. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാര് കൈവക്കാൻ പറഞ്ഞപ്പോ പലരും പൊക്കിയില്ല. എന്തേ കാരണമെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. കൈപൊക്കറോ ചങ്ങായിമാരെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. കൈപൊക്കിക്കോ. പെണ്ണുമ്പിള്ള അവിടെ ചെല്ലുമ്പോൾ മാറിക്കോളൂ. അള്ളാഹു നന്നാക്കി തരും, പേടിക്കണ്ട. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. എടോ, കല്യാണം കഴിച്ച എന്ത് കിട്ടും? സമാധാനം കിട്ടുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. പക്ഷെ ഇന്ന് സമാധാനം ഉണ്ടോ? ഇല്ല. ഉസ്താദെ, കച്ചവടം മുഴുവനും പോയി. വീട്ടിൽ ചെന്ന ഭാര്യയും ഭർത്താവും കീരിയും പാമ്പിനെ പോലെ. മക്കള് തന്നെ പരസ്പരം കൂടപ്പറപ്പുകൾ തല്ലുകയാ. കച്ചവടം തകർന്നു, സർവ്വതും പോയടോ.
ഇന്ന് വീടിനകത്ത് ചെന്ന നരകത്തിനകത്ത് കയറിയതുപോലെയാ. നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, റഹ്മത്തില്ല, ബർക്കത്തില്ല, ഐശ്വര്യമില്ല, എല്ലാം പോയി. എൻ്റെ പ്രിയപ്പെട്ടവര്, വലിയ പ്രയാസത്തിലാ നമ്മുടെ വീട്. അള്ളാഹു നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ. അപ്പൊ ചിലര് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വാതിൽ ഇങ്ങോട്ടായത് കൊണ്ടാണോ? അടുക്കള ഇങ്ങോട്ടായത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഹോളിടാത്തത് കൊണ്ടാണോ? ഇതൊക്കെയാ പലരും ചോദിക്കുന്നത്. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല, കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നീ നോക്കണമായിരുന്നു, ഇപ്പോഴല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പൈസ ഒന്നും തരണ്ട. നിങ്ങളുടെ വീടിനകത്തുള്ള പ്രശ്നം, നിന്റെ വീട്ടിലെ സന്തോഷം, സമാധാനം, ബർക്കത്ത്, റഹ്മത്ത്, അള്ളാഹു ചെയ്ത എല്ലാ നന്മകളും നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു കാരണമാണ്. നിന്റെ വീടിനകത്തൊരു കണ്ണുനീര് വീഴുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീടിനകത്തൊരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് ഇന്ന് രാത്രി തുടച്ച നിന്റെ വീട് സ്വർഗമാകും. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുന്ന ഒരാളുടെ കണ്ണുനീരിന്ന് തുടയ്ക്കുവോ? തുടയ്ക്കുവോ? ഉറക്കപ്പറ. അള്ളാഹുവെ, ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞവർക്ക് മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ വീടിനകത്തിരുന്ന് കരയുന്നതാരാ? നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഇല്ലേ? ഉണ്ടോ? പറ, ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, താഴ്ത്തിക്കേ. ഇന്ന് ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഓതിയവരല്ല, തൊട്ടവര്. ഇപ്പൊ മനസ്സിലായോ? നിന്റെ വീടിനകത്തിരുന്ന് ഖുർആൻ കരയുന്നുണ്ട്. ഒരു വീടിനകത്ത് ഖുർആൻ ഉണ്ട്. ആ വീട്ടുകാര് ഖുർആൻ ഓതാതെ വന്ന ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ ജനിച്ച ഒരു വീടില്ല, ചെറിയ വീട്, AC ഇല്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, ബെഡ്റൂം ഇല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, ഒന്നുമില്ല. ഒരു ഹാള്, ചാള അടുക്കിയിട്ട പോലെ നമ്മൾ കടന്നിരുന്നേ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നീ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച വീടിനകത്ത് കിട്ടാത്ത ഒരു സന്തോഷം ആ കുടിലിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഉള്ളത് പറയില്ലേ? നിന്റെ വീടിനകത്ത് കിട്ടാത്ത സന്തോഷം ആ കുടിലുണ്ടായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഉമ്മ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉമ്മ ഒളുവെടുത്ത് നിസ്കാരപ്പായിൽ വരും. എന്നിട്ട് ഉമ്മ പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ പറയും. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചോ, മഗ്രിബ് നിസ്കരിച്ചോ, സുന്നത്ത് നിസ്കരിച്ചോ, ഉടനെ ഖുർആൻ എടുക്കും. സൂറത്തുൽ ബാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ. ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മ ഓതും. എന്താ ഇതിന്റെ പ്രത്യേകത? മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു വീടിനകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്ത അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സൂറത്ത് ഓതിയ? സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഇത് ഏത് വീടിനകത്ത് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഓതുന്നുണ്ടോ അവിടെ ഒരിക്കലും ദാരിദ്ര്യം അല്ലാഹു തരില്ല. 2, സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സൂറത്തിന്റെ മഹത്വം പള്ളിക്കുഴി പോകുമ്പോൾ അറിയാം. ഈ സൂറത്തിന്റെ മഹത്വം എന്താണെന്ന് ഖബറിനകത്ത് പോകുമ്പോൾ അറിയാം. 3, സൂറത്തു റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മലക്കുകൾ വരുമടോ വീട്ടില്. ആര് വരും? അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ. സൂറത്തു സജദ, ഉംറ ചെയ്ത കൂലി. സൂറത്തു സജദ, ഉംറ ചെയ്ത കൂലി. സൂറത്തു യാസീൻ എന്തിനാണോ ഓതിയത് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഉമ്മ നമ്മുടെ കുടിലകത്തിരുന്നിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ ഓതി. അതുകൊണ്ട് ബറക്കത്തുണ്ട്. ഇന്ന് നമ്മുടെ പെണ്ണും പിള്ള മഗ്രിബ് കഴിഞ്ഞ ഖുർആനല്ല, റിമോട്ട് എടുക്കും, ഏഷ്യനെറ്റ് വെക്കും, സൂര്യ വെക്കും, മഴവിൽ മനോരമ വെക്കും, കൈരളി വെക്കും, നെക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതല്ലേ സത്യം? എടോ, ദുനിയാവിൽ 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. കരഞ്ഞാ നല്ലതല്ല. അതിൽപ്പെട്ട ഒന്ന്,
ഒരു വീടിനകത്ത് ഖുർആനുണ്ട്, വീട്ടുകാര് ഖുർആൻ തൊടാതെ വന്നാൽ, ഖുർആൻ പാരായണം ചെയ്യാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ ആ വീട്ടുകാരെ അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, ഇന്ന് വയല് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് പുറത്തു നിന്ന് ഉളുവെടുത്ത് നേരെ വീടിനകത്ത് കയറി അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് പൊടി തുടയ്ക്കണം, ഒന്ന് ചുംബിക്കണം, അൽഹംദുലില്ലാ. എന്നിട്ട് ആ ഖുർആനിനെ ആദരിക്ക്. നിന്റെ വീട്ടിലെ സർവ്വ പ്രശ്നവും മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഖുർആൻ എടുക്കണം. എല്ലാവരും 114 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. ഏതെങ്കിലും ഒരു സൂറത്ത്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ബഖറ മുതൽ നാസ് വരെ 114 സൂറത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ തുറന്ന് കണ്ടു ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കൂടെ? കാണാതെ ഓതണ്ട, കണ്ടോതണം. ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ ഇന്ന് പോട്ടെ, നാളെ മുതൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വീട്ടിൽ ചെല്ലണം, എടുക്കണം, ഒരു സൂറത്ത് കണ്ടോതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഏത് സൂറത്ത് ഓതും? 114 എണ്ണമില്ലേ? നീ ആണെങ്കിൽ വലിയ തിരക്കുള്ളവനല്ലേ? ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ, ഇങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ ആരെങ്കിലും സ്നേഹിച്ച അവൻ സ്വർഗത്തിലാ. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? ഒരു സൂറത്തിനെ സ്നേഹിക്കോ? ഏത് സൂറത്താ? ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുണ്ട്. 112-ാമത്തെ സൂറത്ത് ഏതാ? 112-ാമത്തെ സൂറത്ത് ഏതാ? ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിനെ ആരാണോ സ്നേഹിക്കുന്നത് അവൻ സ്വർഗത്തിലാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ? എന്താ സ്നേഹിക്കുക? നിനക്കത് പ്രതിഫലം എന്താ? നിസ്സാരമല്ലടോ. അള്ളാഹുവിന്റെ വിശുദ്ധ നബിതങ്ങളുടെ മുമ്പിൽ ചരിത്രമുണ്ടല്ലോ. ഇഖ്ലാസിനെ സ്നേഹിച്ച ഒരു സഹാബിയെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ? ഒന്ന് കൈപൊക്കി നിയ്യത്ത് ചെയ്തേ. ഞാൻ കൈപൊക്കിയില്ല, ഒന്നുകൂടെ പൊക്കിക്കേ. അള്ളാഹുവേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാമെന്ന് നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയം സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ റഹ്മാനായ അല്ലാഹ്, റബ്ബേ, അവരുടെ മുഖത്ത് നീ പ്രകാശം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലവും കൊടുക്കല്ലേ പടച്ചവന്. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ആ കൈപൊക്കാത്തവനെ നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഞാൻ പൈസ ചോദിച്ചോ? ഓതാൻ പറഞ്ഞോ? ഒരു നിയ്യത്ത് ചെയ്യാനാ പറഞ്ഞ്, അതിനും വയ്യാത്തവൻ. ഒന്നുകൂടെ കൈപൊക്കിക്കേ, ഓതാൻ താല്പര്യമുള്ളവൻ. ഇപ്പൊ പൊക്ക അറിയാം. ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഇരിക്കല്ലേ? ഈ കൈപൊക്കിയ 10:30 ഇരിക്കല്ലേ? ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം, ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? വാപ്പാ,
അർദുലിൽ ഉംറെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് വാപ്പാ. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുകയാട്. ഭാര്യയെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല, കൂടപ്പിറപ്പിനെ തിരിച്ചറിയുന്നില്ല, ഒരാളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ചിലർക്ക് രോഗം പിടിച്ചിട്ട് സ്വന്തം മക്കള് മുമ്പിൽ വന്ന് നിന്ന ഇത് മോനാണെന്നറിയില്ല, ഇതെന്റെ മകളാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ കൂടപ്പിറപ്പാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യന് അള്ളാഹു ഓർമ്മശക്തി കൊടുക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവന് അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലം, മരിക്കുന്ന കാലം വരെ അവന്റെ ബുദ്ധി തിരിഞ്ഞു പോകില്ല, അവന്റെ ബുദ്ധി തിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെയാ ഞങ്ങളുടെയൊക്കെ ഉസ്താദന്മാര് അല്ലാഹുവേ വയസ്സാം കാലത്തും കിതാബ് എടുക്കും. അതാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. ചില ഉസ്താദന്മാര് പ്രായമാകുന്ന കാലത്തും ചിലപ്പോൾ നേരെ നിൽക്കാൻ പറ്റൂല, അപ്പോഴും കിതാബ് എടുക്കും. അപ്പോഴും അവർ ഖുർആൻ ഹദീസുകൾ പഠിപ്പിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആര് പാരായണം ചെയ്യുന്നോ അവന്റെ തല തിരിയൂല, അവന്റെ ബുദ്ധി മാറൂല. മരിക്കുന്ന കാലം വരെ അവൻ അറിവുണ്ടാകും, ബുദ്ധിയുണ്ടാകും. ഇതെന്റെ ഭാര്യ, ഇതെന്റെ മകൻ, ഇതെന്റെ മകള്, ഇതെന്റെ കൂടപ്പിറപ്പ്. പ്രായമായി കിടക്കുമ്പോഴും ചെല്ലുമ്പോ ചോദിക്കും, എന്നെ അറിയോ, ഇന്നവന്റെ മോനല്ലേടാ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഓർമ്മ നൽകുമാറാകട്ടെ, അള്ളാഹു അങ്ങനെയുള്ള ഓർമ്മ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗത്തിൽ പോണോന്നാണോ? അല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തായാലും നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരിക്കൂലേ? ഇൻഷാ അല്ലാഹ് മരിക്കൂലേ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഉറപ്പാണോ? ഉറപ്പാണോ? എന്നിട്ട് എന്താ ഇങ്ങനെ നടക്കണേ? ഇത്രയും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്ത് നമ്മൾ ഇങ്ങനെ നടക്കുന്നത്? മുടി നരച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു. ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവർ കൈപൊക്കിക്കുക, താടിയിലെയോ തലയിലെയോ. പാപ്പ ആലോചിക്കുക പൊക്കണോന്ന്. കൈപൊക്കിയ നിങ്ങളുടെ മരണം അടുത്തു, നിങ്ങളൊക്കെ റെഡിയായിക്കോ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മുടി നരയ്ക്കുന്നത് എന്തിന്റെ അടയാളവാ? മുടി നരയ്ക്കുന്നത് എന്തിന്റെ അടയാളവാ? പറയടോ കാക്കമാരെ, മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളവാ. ഞാൻ പറഞ്ഞതല്ല, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളാ പറഞ്ഞത്. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളു വേണ്ട, അടയാളം വന്നു. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. അപ്പം മുടി നരച്ചിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ, സമയമെടുത്തു. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്നവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണം. രണ്ടാമത്തെ പ്രതിഫലം എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. അത് പള്ളിയിലാണോ, റോട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, വീട്ടിലാണോ, എവിടെയാണ് വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. അള്ളാഹു പറയുകയാ, മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കണേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന പെങ്ങളെ, അല്ല തരും മോളെ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത അല്ല കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ, നല്ല മരണമാ, നല്ല മരണമാ. ചെറുപ്പക്കാരാ,
മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ജനാസ കണ്ടവരാ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ എത്ര ആൾക്കാരുടെ ജനാസ കണ്ടതാ, പക്ഷേ കണ്ട എല്ലാവരെയും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നാൽ ചിലരെ നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട എല്ലാ മയ്യത്തുകളും നിങ്ങൾക്ക് ഓർമ്മയില്ല, എന്നാൽ ചില മയ്യത്തുകൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന്. ഖുർആൻ ഓതുന്നവർക്ക് അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കണ്ടവര് നിന്നെ മറക്കൂല. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിന്റെ മയ്യത്ത് കാണുന്നവര് പറയും ഇങ്ങനെ മരിക്കണോ? മരിച്ച കണ്ടോ? ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ടോ? അവന്റെ മുഖത്ത് പ്രകാശം കണ്ടോ? അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടോ? അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ചില മയ്യത്തിന്റെ മുഖത്ത് നോക്കാൻ പേടിയാ, എന്നാൽ ചിലരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നൂല്ലടോ. ചിരിച്ചുകൊണ്ട് കിടക്കും, എന്തൊരു പ്രകാശം. അൽഹംദുലില്ലാ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ മുഖം കണ്ടവരൊക്കെ ഓർക്കും. നിന്റെ മുഖം അങ്ങനെ മറന്നു പോകാത്ത ഒരു മുഖമാകും. അൽഹംദുലില്ലാ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്. ചെറുപ്പക്കാരാ, ഉസ്താദേ ഖുർആൻ ഓതാട്, ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇന്ന് മുതൽ ഓതും ഉസ്താദേ. ഇഖ്ലാസ് ഓതാതെ ഉറങ്ങില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടും ഉസ്താദ്. തീരുമാനമെടുത്ത പെങ്ങളെ, അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുകയാണ്. പടച്ചവനെ, കേട്ടവർ നിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ സൈഡിൽ ചൂടുവെള്ളത്തിന് അടുപ്പ് കൂട്ടുകയാണ്, അവിടെ നിന്ന് വെള്ളം തയ്യാറാക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്ത് കളയുകയാണ്, നജസ്സുകൾ കഴുകി വൃത്തിയാക്കുകയാണ്, നിന്നെ നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്. റബ്ബേ, അവിടെ നിന്ന് ഉളവെടുപ്പിക്കുകയാ, ശരീരം തുടച്ചു വൃത്തിയാക്കുകയാ, നിന്റെ തുണിയെല്ലാം അഴിച്ചു മാറ്റിയിട്ട് പുതിയ തുണിക്കകത്ത് നിന്നെ പൊതിയുകയാ. അല്ലാഹുവേ, നിന്റെ ജനാസ പൊതിയുകയാണ്. എന്നിട്ട് പറയുന്നു, മാറി നിൽക്ക്, മാറി നിൽക്ക്, മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് വരികയാണ്. 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. ഉസ്താദന്മാര് വന്നോ, നാട്ടുകാര് വന്നോ, കുടുംബക്കാര് വന്നോ, കൂടപ്പറപ്പുകൾ വന്നോ, കൂട്ടുകാര് വന്നോ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് നീ വിളിക്കാതെ തന്നെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? നിനക്കുള്ള ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ,
പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാണ്. എല്ലാവരും നിന്നെ കാണാൻ വരികയാണ്. അപ്പോഴാണ് വിളിച്ചു പറയുന്നത്, കണ്ടതൊക്കെ മതി പൊതിയാൻ, കണ്ടതൊക്കെ മതി പൊതിയാൻ. നിന്റെ ജനാസ പൊതിഞ്ഞു. ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തി. ഇനി ആര് ചുമക്കണം? ഇനി ആരാ നിന്നെ ചുമക്കേണ്ടത്? നീ സാധാരണ ഒരാളല്ല, നീ സാധാരണ ഒരാളല്ല വാപ്പാ. അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ, അള്ളാന്റെ ഖുർആനിനെ സ്നേഹിച്ചവൻ. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. നീ ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിന്റെ അടുത്തവരാണ്. അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാര്, അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരായ ഈ VVIP ആയ നീ മരിച്ച ആരാ ചുമക്കേണ്ടത്? കള്ളുകുടിയനാണോ? വ്യഭിചാരിയാണോ? നിസ്കരിക്കാത്തവനാണോ? തോന്നിവാസം കാണിച്ച് നടക്കുന്നവനാണോ? ഇല്ല വാപ്പാ. നിങ്ങളുടെ നാട്ടിലൊരു VVIP മരിച്ച VVIP വരും. നിങ്ങളുടെ നാട്ടില് ഒരറിയപ്പെടുന്ന ഒരാൾ മരിച്ച അവരെ കാണാൻ VVIP വരൂലേ? VVIP വരൂലേ? ഒരു മന്ത്രി മരിച്ച, ഒരു MLA മരിച്ച, പടച്ചവനെ എല്ലാ ആൾക്കാരും വരും. പോലീസുകാർ വരെ വന്ന് ആദരവ് കൊടുക്കും അവർക്ക്. എങ്കിൽ അള്ളാഹുവിന്റെ ആളായ നീ മരിച്ച നിന്റെ വീട്ടിലും വരും VVIP. നിന്റെ വീട്ടിലും VVIP വരും. നിന്റെ ജനാസ ചുമക്കാൻ VVIPകൾ നിന്റെ വീട്ടിലേക്ക് വരും. അവരാരാ? കേരള പോലീസല്ല, കേരള പോലീസല്ല, അള്ളാഹുവിന്റെ സൈന്യം വരും. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ വരും നിന്റെ വീട്ടിൽ നിന്റെ ജനാസ ചുമക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് വരുവിടാ ചങ്ങാതി? അള്ളാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനെ നിന്റെ ജനാസ ചുമക്കാൻ ആകാശത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാന്റെ മലക്ക് വരും. അതാണ് ചില ജനാസകൾ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഞാൻ പിടിക്കട്ടെ? വേണ്ട, വേണ്ട, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. മറ്റു ചിലരുടെ ജനാസ ചുമക്കുമ്പോൾ വല്ലാത്ത ഭാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങളെ, നീ വീടിനകത്തിരുന്നു നിന്റെ മരുമകളും നിന്റെ മകളും TV കണ്ട് സീരിയലും കണ്ടിരുന്നപ്പോ അതേ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതിയ നിന്റെ ജനാസ ചുമക്കാൻ നാട്ടുകാര് വേണ്ട, അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5, മരണ വീട്ടിൽ എല്ലാവരും കരയും. മരണ വീട്ടിൽ എല്ലാവരും കരയും. അവര് കരയുന്നത് എല്ലാവരും കാണും. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നത് അവരെയല്ല കരയിപ്പിക്കേണ്ടത്. ആരെ കരയിപ്പിക്കണം? നിങ്ങളുടെ ഈ പള്ളിയിലെ കബറ് കുഴിക്കുന്നവൻ കരയണം. നിങ്ങളുടെ നാട്ടിൽ കബറ് വെട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സ് നിറയണമടോ. കബറ് വെട്ടി നിന്നെ മയ്യത്തടക്കിയിട്ട് വീട്ടിൽ പോകുമ്പോ ആ മനുഷ്യൻ തന്നെ ഭാര്യയോട് പറയണം, ഇന്ന് എളുപ്പത്തിൽ കഴിഞ്ഞു എല്ലാം, ഒരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കബറ് കുഴിക്കുന്ന ആളെ നിനക്കറിയല്ലോ, ചെന്നിട്ട് ചോദിക്ക്, ആർക്കെങ്കിലും വേണ്ടി കബറ് വെട്ടിയപ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കബറ് വെട്ടുന്ന ആളെ നിങ്ങൾക്കറിയുമല്ലോ, ചോദിച്ചു നോക്ക്. നാളെ രാവിലെ പോയി നിങ്ങൾ ചോദിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.